സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇതുപോലത്തെ ഈ വെക്കൻ സമയമൊക്കെ വരുമ്പോഴത്തേനും അവർക്കൊരു ക്ലാസ് തന്നെ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയക്കണമെന്നാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിക്കാണ് ഈ കുട്ടികൾ ഈ പുഴയിൽ ഇറങ്ങിയത്. 4 കുട്ടികൾ ഒന്നിച്ചിറങ്ങി, അതിൽ 2 കുട്ടികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് അവർ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെ ഒന്നിച്ച് തന്നെ കിട്ടാനാണ് ചാൻസ് കാണുന്നത്. പിന്നെ എല്ലാം ദൈവം വിധിക്കുന്ന പോലെയാണ്. അവർ യഥാർത്ഥത്തിൽ ഈ യാറിനെ പറ്റി ഒരു പൊതുബോധമില്ലാതെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇതുപോലത്തെ പുഴകളിലൊക്കെ ഇറങ്ങരുതെന്നുള്ള ഒരു ക്ലാസ് അങ്ങനത്തെ ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അതാണ് വേറൊരു വസ്തുത എന്ന് പറയുന്നത്. പിറ്റേ ദിവസം ഒരു 5 മണിയോട് കൂടിയാണ് നമ്മുടെ ആറുമാനൂർ ഭാഗത്ത് നിന്ന് അന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ 2 പേര് പോയിരിക്കുന്നതുകൊണ്ട് ഒന്നിച്ച് തന്നെ അവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കൂബ ടീം പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ച് പോയിട്ടുണ്ട്. അവർ 2 പേരും ഒന്നിച്ച് തന്നെ കിട്ടാനാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. ചേട്ടന് ഈ ഒരു നാട്ടിലുള്ളത് കൊണ്ടും ഈ ഒരു പുഴയെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചേട്ടനായിരിക്കും. അപ്പം മാത്രമല്ല 3 വർഷത്തിലധികമായിട്ട് ചേട്ടൻ ഇങ്ങനെ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് ഈ ഒരു കുട്ടികളുടെ തിരച്ചിലും അതുപോലെ കുട്ടികളെ കാണാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ചേട്ടനാണ്. ചേട്ടനപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് മെയിനായിട്ട് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ പുഴകളിലൊക്കെ ചാടുമ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇതുപോലത്തെ ഈ വെക്കൻ സമയമൊക്കെ വരുമ്പോഴത്തേനും അവർക്കൊരു ക്ലാസ് തന്നെ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയക്കണമെന്നാണ് എനിക്കിതിൻ്റെ അകത്ത് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ മീനച്ചിലാറിനെ സംബന്ധിച്ച് ഈ ഭരണങ്ങാനത്തിന് താഴോട്ട് ഇച്ചിരി അടിയൊഴുക്കുകൾ കൂടുതലുള്ള ഒരു ഏരിയ ആണ്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിക്കാണ് ഈ കുട്ടികൾ ഈ പുഴയിൽ ഇറങ്ങിയത്. 4 കുട്ടികൾ ഒന്നിച്ചിറങ്ങി, അതിൽ 2 കുട്ടികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. 2 കുട്ടികൾ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് അവർ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെ ഒന്നിച്ച് തന്നെ കിട്ടാനാണ് ചാൻസ് കാണുന്നത്. ഞങ്ങൾ ഈരാറ്റുപേട്ടയിലുള്ള ഒരു 3ഓളം റെസ്ക്യൂ ടീമുകൾ ഇവിടെ തന്നെ പ്രവർത്തനത്തിലുണ്ട്. ഏകദേശം ഒരു 10-70ഓളം പ്രവർത്തകരുണ്ട് 3 ടീമിലായിട്ട്. ടീം റെസ്ക്യൂ ഫോഴ്സ്, അതുപോലെ ടീം നന്മക്കൂട്ടം, ടീം എമർജൻസി ഒരു 17 പ്രവർത്തകരും, അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വൈക്കത്ത് നിന്നും വന്ന 4 ഫയർഫോഴ്സ് ടീം അംഗങ്ങളും സ്കൂബ ടീമുകളും, അതുപോലെ പാലാ DYSPയുടെ നേതൃത്വത്തിലും ഈരാറ്റുപേട്ട പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു പിന്തുണയും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ, MLA-മാർ, MP-മാർ എല്ലാം അവർ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവരാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു 5 മണി 5:30 അതിനുള്ളിൽ തന്നെ കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ ഇത്രത്തെ സേവനത്തിൻ്റെ വെച്ച് നമുക്ക് അറിയിക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു ചേട്ടൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ ഒരു കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ബോഡി ചിലപ്പോൾ ഇവിടെ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം എവിടെയാണത്? ഏറ്റുമാനൂർ ഭാഗത്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഏകദേശം? ഈ മീനച്ചിലാറിന്റെ ദൂരം ഏറ്റുമാനൂർ വരെ എത്ര ഉണ്ടെന്നൊക്കെ ഏകദേശം അറിയാമോ? ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ഇവിടുന്ന് ഉണ്ട്. ഇത് വേനൽ മഴയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 അടി വെള്ളം കൂടുതലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെത്തിമറ്റത്തെ ചെക്ക് ഡാം കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഏറ്റുമാനൂർ ആ ഭാഗത്തു നിന്ന് കുട്ടികളെ കിട്ടാനാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ എല്ലാം ദൈവം വിധിക്കുന്ന പോലെയാണ്. ഇവർ എല്ലാ രീതിയിലുള്ള സജ്ജീകരണം വെച്ചുള്ള തെരച്ചിലുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു പാല സൈഡ്, അതായത് ഭരണങ്ങാന സൈഡിലാണ് ഈ കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നലെ ഒന്നും ശക്തമായ മഴയോ അല്ലെങ്കിൽ ഒരു ചെറിയ നേരിയ മഴയൊക്കെയാണ് സാധ്യത. അതായത് യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ടയിൽ തന്നെ നല്ലൊരു ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആറ്റിൽ നല്ല രീതിയിൽ വെള്ളം കയറും എന്നുള്ള ബോധ്യമുള്ളവരാണ് ഇവിടുത്തെ കുട്ടികൾ അടക്കമുള്ളവർ. എന്നിട്ട് ആ കുട്ടികൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു പ്രവണത, അല്ലെങ്കിൽ ഒരു റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചാടാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അവർ യഥാർത്ഥത്തിൽ ഈ യാറിനെ പറ്റി ഒരു പൊതുബോധമില്ലാതെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. കുട്ടികളാകുമ്പോൾ അവർക്ക് കാഴ്ചപ്പാടുകൾ കുറവുണ്ടല്ലോ. അവർ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി ഉള്ള ഇതുകളാണ് വീട്ടിലെ കാരണവന്മാരാണ് ശ്രമിക്കുന്നത്. ഇതുപോലത്തെ പുഴകളിലൊക്കെ ഇറങ്ങരുതെന്നുള്ള ഒരു ക്ലാസ് അങ്ങനത്തെ ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അതാണ് വേറൊരു വസ്തുത എന്ന് പറയുന്നത്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം അവിടെ 2 ആറുകൾ തീക്കയാറും പൂഞ്ഞാറും ഒന്നിച്ചു ചേരുന്നതാണ്. അതിൻ്റെ ഒരു 4 കിലോമീറ്റർ ഇപ്പുറം കുറേ വർഷങ്ങൾക്ക് മുമ്പ് മണൽവാരലും അങ്ങനെ ഉണ്ടായിട്ട് കുഴികൾ അധികം ഏറിയ ഒരു പ്രദേശമാണ് ഈ ഭരണങ്ങാനം, ഈ മേരിയേരി, ഇടപ്പാടി ഈ ഏരിയ പറഞ്ഞാൽ കൂടുതലായിട്ടും അടിയൊഴുക്കുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെയാണ് നമ്മൾ മുന്നേ ഒരു വർഷം മുമ്പ് ഭരണങ്ങാനത്ത് ഒരു കുട്ടി പോയതും ഇതുപോലെ നമ്മൾ സന്നദ്ധ പ്രവർത്തകരും റെസ്ക്യൂ പ്രവർത്തകരും സ്കൂബ ടീമും അതുപോലെ പോലീസും ഒക്കെ കിടന്ന് പരിശ്രമിച്ചിട്ട് നമുക്കത് പിറ്റേ ദിവസം ഒരു 5 മണിയോട് കൂടിയാണ് നമ്മുടെ ആറുമാനൂർ ഭാഗത്ത് നിന്ന് അന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് പിന്നെ 2 പേര് പോയിരിക്കുന്നതുകൊണ്ട് ഒന്നിച്ച് തന്നെ അവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കൂബ ടീം പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ച് പോയിട്ടുണ്ട്. അവർ 2 പേരും ഒന്നിച്ച് തന്നെ കിട്ടാനാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒരു കുട്ടി മരണപ്പെട്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇവിടെ നല്ല അപകട സാധ്യതയുള്ള മേഖലയാണ്. ഇതിനു മുമ്പ് ഇവിടെ ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ?
തീർച്ചയായിട്ടും ഇതിൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഇത്ര ഈ രണ്ടുപേരിങ്ങനെ പോയിരിക്കുന്ന അപകടം ഈ അടുത്ത കാലത്ത് ഇത് ആദ്യമായിട്ടാണ്.